നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണ്. അത് കണ്ണും മനസ്സും മറയ്ക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വേദനയോ മൂല്യമോ കാണാതെ പോകുന്നു. എത്രയൊക്കെ ഉയരങ്ങളിലെത്തിയാലും കാലിടറിയാൽ വീഴുന്നത് ഈ മണ്ണിലേക്കാണെന്ന ബോധം വേണം. എളിമയോടെ നിൽക്കുന്നിടത്താണ് ഒരാളുടെ യഥാർത്ഥ വലിപ്പം കാണാനാകുന്നത്. ബിഗ് ബോസ് താരവും യൂട്യൂബറും ഒക്കെയായ അഖിൽ മാരാറും 2020 സ്ഥാപക നേതാവായ സാബു ജേക്കബും തമ്മിലുള്ള വഴക്കിന്റെ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പം പോലല്ല സാധിക്കുമെന്നാൽ. ഇത് ഒരു പഴയകാല നസീർ ചിത്രമായ ജയിൽ പുള്ളി എന്ന ചിത്രത്തിലെ ഗാനത്തിലെ വരികളാണ്. സമ്പത്തും ഭാഗ്യവും ഒക്കെ ഒന്നിച്ചു വന്നിട്ടും വികലമായ സങ്കല്പങ്ങൾ കാരണം ഇതൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ അഖിൽ മാരാർ. താൻ നേടിയെടുത്ത സമ്പത്തുകൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വേവലാതി അഖിൽ മാരാർ തന്നെ പൊതുമധ്യത്തിൽ വന്ന് പങ്കുവെക്കുകയുണ്ടായി. അഖിൽ മാരാറിന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി അഖിൽ മാരാർ മാത്രമാണ്. വഴിയോരങ്ങളിൽ ഉപജീവനത്തിനായി ചെറുനാരങ്ങ കച്ചവടം നടത്തി നിത്യവൃത്തി കഴിഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് 3 കോടിയുടെ ആസ്തിയുള്ളവനായി മാറിയതിന്റെ പിന്നിൽ അയാളുടെ കഴിവും കഠിനാധ്വാനവും വാക്ചാതുര്യവും ഒക്കെയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പണം മാത്രമല്ല, പ്രശസ്തിയും ഒപ്പം അംഗീകാരവും അയാൾ നേടിയെടുത്തു. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യത്ത് പോലും മലയാളികൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനായി കാത്തുനിന്നിരുന്നു. ആരിലും അസൂയയും അതിശയവും ഉളവാക്കും വിധമായിരുന്നു അയാളുടെ ഉയർച്ചയുടെയും വളർച്ചയുടെയും നാളുകൾ. അഖിലിന്റെ ഈ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വഴിയൊരുക്കിയത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയാണ്. അതിലൂടെ അയാൾ നേടിയെടുത്ത പ്രേക്ഷക പിന്തുണയാണ്. പണ്ട് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറയുന്ന രസകരമായ ഒരു കമന്റ് ഉണ്ട്, വളരും തോറും പിളരുന്ന പാർട്ടി എന്ന്. ഇവിടെ അഖിൽ മാരാറിന്റെ കാര്യമെടുത്താൽ വളരും തോറും തളരുന്ന വ്യക്തിയായി മാറുകയാണ്. അഖിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാനെന്ന അഹങ്കാരവും ഗുരുസ്ഥാനത്ത് നല്ലൊരു വഴികാട്ടി ഇല്ലാതെ പോയതുമാകാം. ഭൂമിയുടെ കീഴിലുള്ള ഏത് കാര്യത്തെക്കുറിച്ചും ആധികാരികമായി അഭിപ്രായം വെച്ചങ്ങ് കാച്ചും. അതിൽ മിക്കവയും മണ്ടത്തരങ്ങളും വിവാദങ്ങൾക്ക് വഴിവെക്കുന്നവയുമായിരിക്കും. സ്ത്രീകളുടെ പ്രസവത്തെക്കുറിച്ച് അഖിൽ മാരാർ ആധികാരികമായി പറഞ്ഞത് സ്ത്രീകൾ വളരെ ഈസിയായും കൂളായും വീടുകളിൽ ചെയ്തിരുന്ന പരിപാടിയായിരുന്നു പ്രസവം. ഡോക്ടർമാരും രക്ഷിതാക്കളും ചേർന്നാണ് അതിനെ സങ്കീർണമാക്കി മാറ്റിയതെന്ന്. പണ്ടൊക്കെ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് പോയി 2 കിലോ അരി ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകൾ ആസ്വദിച്ച് ചെയ്തിരുന്ന ആ പ്രക്രിയയെ ഒരു മാരക രോഗമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടത്തെ ആശുപത്രികൾ. അഖിൽ മാരാറിന്റെ ഈ വിവരക്കേടിനെതിരെ ഡോക്ടർമാരുടെ സംഘടന നിയമ നടപടിക്കൊരുങ്ങിയിരുന്നു. സ്ത്രീകൾ അഖിലിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുകയും ചെയ്തു. അഖിലിനെ സാമർത്ഥ്യമുള്ള മിടുക്കനായ ചെറുപ്പക്കാരനായി പ്രശംസിച്ച ആളായിരുന്നു മല്ലികാ സുകുമാരൻ. അതേ മല്ലികാ സുകുമാരനെ കൊണ്ട് തന്നെ വഴിയെ പോകുന്ന ചെണ്ടയ്ക്കെല്ലാം എടുത്തിട്ടടിക്കുന്ന ഒരുത്തനാണ് അഖിൽ മാരാർ എന്ന് പറയിപ്പിച്ചു. കൂടാതെ മല്ലിക പറയുന്നു, ഇയാൾക്ക് സ്വന്തമായി വ്യക്തമായ അഭിപ്രായമുണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു, പക്ഷേ ഇല്ല, ചുമ്മാതെയായി ഈ കാണിക്കുന്നത്. ട്രോളർമാർക്ക് ട്രോളാനുള്ള ഒരു ഉപകരണമാണ് ഇയാൾ. പൃഥ്വിരാജിന്റെ വളർച്ചയിൽ അസ്വസ്ഥത തോന്നിയപ്പോൾ അഖിലൊന്ന് ചൊറിഞ്ഞതേ ഓർമ്മയുള്ളൂ. മല്ലികാ സുകുമാരൻ കേറിയങ്ങ് മാന്തിപ്പറിച്ചു. നമുക്ക് ഉയരങ്ങളിലെത്താൻ പടികൾ പണിതു തന്നവരെ നമ്മൾ മറക്കുവാനേ പാടില്ല. കാരണമേതുമില്ലാതെ അവരെ തള്ളിപ്പറയാനും പാടില്ല. അഖിൽ മാരാർക്ക് ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വഴികാട്ടിയായത് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന ഷോയാണല്ലോ. അവിടെ നിന്നും ഇറങ്ങിയ അഖിൽ ആദ്യം പണി കൊടുത്തത് ആ ഷോയ്ക്കെതിരെയും അതിലെ ക്രൂ മെമ്പേഴ്സിനെതിരെയുമാണ്. ബിഗ് ബോസിനെ കുറിച്ച് അഖിൽ പറഞ്ഞത് അതിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തതിനു ശേഷമാണ് അവസരം കൊടുക്കുന്നതെന്ന്. അഖിലിനെതിരെ അതിൽ പങ്കെടുത്ത സ്ത്രീകൾ ശക്തമായി പ്രതികരിച്ചതും സോഷ്യൽ മീഡിയയിലൂടെ നാം കേട്ടതല്ലേ. അഖിലിന്റെ അവാസ്തവമായ ഈ പ്രസ്താവന ചാനലിനും അതിൽ പങ്കെടുത്തവർക്കുമൊക്കെ വലിയ വേദന ഉളവാക്കുന്നതായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നപ്പോൾ പറഞ്ഞ ഒരു വിടുവായിത്തം അയാളുടെ വിവരമില്ലായ്മയായി വിലയിരുത്തപ്പെട്ടു. അഖിൽ എന്ന് പറഞ്ഞത് ഓടുന്ന കാറിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് ആ രംഗം അതേപോലെ ഡെമോ ചെയ്യണമെന്ന്. ഇത് ഇരയെ ആക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതുമായിരുന്നു. അന്ന് അഖിലിനെതിരെ തെറി അഭിഷേകം കൊണ്ട് സോഷ്യൽ മീഡിയ പൊങ്കാലയിട്ടത്
നമ്മളാരും മറന്നിട്ടില്ലല്ലോ. അഖിലിന്റെ ജനപ്രീതി കണ്ട് അഖിലിനെ നായകനാക്കി സിനിമയെടുത്ത ഒരു പാവം സംവിധായകനും നിർമ്മാതാവുമുണ്ട്. സംവിധായകൻ പറയുന്നു, പടം റിലീസിനോട് അടുത്ത സമയത്ത് അഖിൽ ജനങ്ങളെ മൊത്തം വെറുപ്പിച്ചു കഴിഞ്ഞു എന്നും അതാണ് തിയേറ്ററിൽ ആള് കയറാഞ്ഞതെന്നും. പടത്തിന്റെ ദയനീയ പരാജയത്തിന് പിന്നാലെ അഖിലും സംവിധായകനും തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെ പൊരിഞ്ഞ യുദ്ധവും നടന്നു. ഇവിടെ തനിക്ക് അഭിനയിക്കാൻ അവസരം തന്ന സംവിധായകനെയും നിർമ്മാതാവിനെയും ഒക്കെ അഖിൽ കണക്കിന് ആക്ഷേപിച്ചു. അഖിൽ മാരാരുടെ ജനപിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതും സ്ഥാനാർത്ഥി മോഹം ഉദിക്കുന്നതും. കോൺഗ്രസ് പാളയത്തിൽ കയറിയിറങ്ങി പല വാതിലുകളും മുട്ടിനോക്കി. അഖിലിന്റെ മുൻപിൽ ആ വാതിലുകൾ ഒന്നും തന്നെ തുറക്കപ്പെട്ടില്ല. തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മുഖം കാണുമ്പോൾ ചാണകമറിയാൻ തോന്നുന്നു എന്ന് പറഞ്ഞത് നിങ്ങളാരും മറന്നിട്ടുണ്ടാകില്ലല്ലോ. എവിടെ, എപ്പോൾ, ആരോട് എന്ത് പറയണം എന്നതിനെയാണ് വകതിരിവ് എന്ന് പറയുന്നത്. അഖിലിനെ സംബന്ധിച്ച് വകതിരിവ് വട്ടപൂജ്യമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെ ചാണകമെറിയണമെന്ന വ്യാമോഹവുമായി എത്തപ്പെട്ടത് 2020 സ്ഥാപക നേതാവിന്റെ മടയിലേക്കാണ്. സാബുവിന്റെ കഷ്ടകാലമോ മാരാരുടെ കഷ്ടകാലമോ എന്നറിയില്ല, ഒരു സീറ്റ് എന്തായാലും തരപ്പെട്ടു. അങ്ങനെ സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞ അഖിൽ മാരാരുടെ ആദ്യത്തെ ഉണ്ടയില്ല വെടി പിഷാരടിയുടെ നേർക്കാണ് ഉതിർത്തത്. അന്ന് മാരാര് പറഞ്ഞത്, ആരാണ് യോഗ്യനും അയോഗ്യനുമെന്ന് ജനം തീരുമാനിക്കട്ടെ. പാലക്കാട് നിന്നും തോൽക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ഞാൻ എന്തിനു പരിഹസിക്കണമെന്ന് തുടങ്ങി കുറെ ആരോപണങ്ങൾ പിഷാരടിക്ക് നേരെ തൊടുത്തുവിട്ടു. അളന്നു തൂക്കി കൃത്യതയോടെ മർമ്മം നോക്കി മറുപടി പറയുന്ന പിഷാരടി അഖിലിന്റെ ആരോപണങ്ങൾക്ക് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. മാരാരുടെ വാക്കുകൾക്ക് സ്ഥിരതയില്ല. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അയാൾ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിഷാരടിക്ക് ഇത്രയധികം ദീർഘവീക്ഷണമുണ്ടെന്ന് ഇപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത്. ഇലക്ഷനിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ മാരാർ പൊതുമധ്യത്തിൽ വന്ന് 2020യെയും അതിന്റെ സ്ഥാപക നേതാവിനെയും തള്ളിപ്പറഞ്ഞു. മാരാർ പറയുന്നു, സാബു ജേക്കബ് NDAയിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണ്. BJPയിൽ നിന്നും അദ്ദേഹം 40 കോടി വാങ്ങി. എനിക്ക് ഇതൊരു നഷ്ടക്കച്ചവടമായിരുന്നു. എന്റെ 70,000 ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടപ്പെട്ട ജനതയാണ് എന്നെ ഇപ്പോൾ തെറി വിളിക്കുന്നത്. എന്റെ വരുമാനമെല്ലാം നിലച്ചു. ഇപ്പോൾ ഒരു പരിപാടിക്കും ആരും എന്നെ വിളിക്കുന്നില്ല. എന്റെ BMW ബൈക്ക് വിൽക്കേണ്ടി വന്നു. ഭാര്യയുടെ സ്വർണമെല്ലാം പണയത്തിലായി. സാബു ജേക്കബ് 2 മാസത്തിലേറെയായി വിളിച്ചാൽ ഫോണും എടുക്കുന്നില്ല. എന്നെ അയാൾ ചതിക്കുകയായിരുന്നു. കൊട്ടാരക്കര സീറ്റ് തരാമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഞാൻ 2020യിൽ വന്നതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു സ്വതന്ത്ര പാർട്ടിയാകുമ്പോൾ എനിക്കതിന് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇതിൽ വന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിലപിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ മാരാരോട് സ്നേഹവും മനസ്സലിവും ഒക്കെ തോന്നിപ്പോയി. എന്നാൽ സാബു ജേക്കബ് തിരിച്ചൊരു മിസൈൽ ഇട്ടപ്പോൾ മാരാർ അക്ഷരാർത്ഥത്തിൽ ഭസ്മമായി പോയി. അത് മാരാർ പറഞ്ഞതിനൊക്കെ ഘടകവിരുദ്ധമായ ഒരു വോയിസ് ക്ലിപ്പായിരുന്നു. അതിൽ മാരാർ വ്യക്തമായി പറയുന്നുണ്ട്, താൻ രാഷ്ട്രീയത്തിൽ വന്നത് പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയാണെന്ന്. ഇതുകൂടാതെ സാബു ജേക്കബിന്റെ വക മറ്റൊരു പ്രഹരം കൂടി. സാബു പറയുന്നു, സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി മാരാര് കരഞ്ഞ് കാലുപിടിച്ചു എന്ന്. അഖില് തന്റെ ദീനരോധനം കേട്ടപ്പോൾ തന്നോട് അല്പം സ്നേഹവും അനുകമ്പയും ഒക്കെ തോന്നിയതാണ്. പക്ഷെ താൻ പറഞ്ഞതൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള തന്ത്രമാണെന്നറിഞ്ഞപ്പോൾ ഉള്ളതുകൂടി പോയി കിട്ടി. രാഷ്ട്രീയത്തിൽ പോലും ഒരു ഗുരു ഇല്ലാത്ത അഖിൽ മാരാർക്ക് ജീവിതാനുഭവമാണ് ഏറ്റവും വലിയ ഗുരുവെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ കുറെ നല്ല മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ താങ്കളുടെ മുന്നിൽ നല്ലൊരു ഭാവി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. താങ്കൾക്ക് അതിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.